4 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ 40% പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റോഡ് നോക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നത് ഭരണകൂടമാണ് എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ ആരെയും അങ്ങനെ മന്ത്രിമന്ദിരങ്ങളിൽ അന്തിയുറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകുകയാണ്. നാലു വർഷം പിന്നിട്ടിട്ടും പണി തീരാത്ത പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കുന്നപ്പള്ളി വളയം മൂച്ചിയിൽ റോഡ് ഉപരോധിച്ചത്. 144 കോടി രൂപ ചെലവിൽ 18 മാസം കൊണ്ട് തീർക്കേണ്ട മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് 4 വർഷമായിരിക്കുന്നു. 14 തവണയാണ് നജീബ് കാന്തപുരം MLA മുൻകൈയെടുത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. മന്ത്രി നേരിട്ടെത്തി അവലോകനവും നടത്തി. താലൂക്ക് സഭയിൽ പലതവണ നിർമ്മാണ കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും ചെയ്തു. പലതവണയാണ് നിയമസഭയിൽ സബ്മിഷനിലൂടെ നജീബ് കാന്തപുരം MLA വിഷയമുന്നയിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും നിർമ്മാണത്തിന് വേഗം കൂടിയില്ല. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. ഈ റോഡിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഉപരോധ സമരം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് 4 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഞാനിവിടെ MLA ആകുന്നതിന്റെ 1 വർഷം മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ 2021 1 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ റോഡ് 4 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ 40% പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റോഡ് നോക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. ഒരു കോൺട്രാക്ടർ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നത്? ആരാണ് ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നത് ഭരണകൂടമാണ് എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ പ്രദേശത്തു കൂടെ നമ്മുടെ പുലാമന്തോൾ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയുമായി പെരിന്തൽമണ്ണയിൽ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴാണ് ആ ഗുരുതരമായ സംഭവം അരങ്ങേറിയത്. ഈ റോഡിലെ കുഴിയിൽ വീണ് ഒരു കുട്ടി, ജനിക്കാതെ പോയ ഒരു കുട്ടി മരണമടഞ്ഞു എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അന്ന് നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു. ജനിക്കാതെ പോയ കുഞ്ഞിന്റെ ഘാതകൻ PWD ഡിപ്പാർട്ട്മെന്റാണ്. അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. വികസനത്തിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. റോഡുകളുടെ പ്രശ്നം തന്റെ കൂടി പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ ഏത് വാതിലും മുട്ടാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടിന്റെ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുന്ന മന്ത്രിമാരെ മന്ത്രിമന്ദിരങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ സമ്മതിക്കില്ലെന്നും MLA ഓർമ്മപ്പെടുത്തി. ഈ റോഡുകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ ഏത് വാതിലും മുട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഈ നാട്ടിലെ ജനങ്ങളോട് ഇല്ലെങ്കിൽ, നിങ്ങൾക്കൊരു കടപ്പാടും ഈ നാട്ടിലെ മനുഷ്യരോട് ഇല്ലെങ്കിൽ, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന ഒരു റോഡും നിങ്ങൾ നന്നാക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളെ ആരെയും അങ്ങനെ മന്ത്രിമന്ദിരങ്ങളിൽ അന്തിയുറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകുകയാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. നേതാക്കൾ ഇടപെട്ടാണ് പിന്നീട് പ്രവർത്തകരെ ശാന്തരാക്കിയത്.
മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ സിദ്ദിഖ് വാഫി, KM ഫത്താഹ്, ഷരീഫ് വീട്ടി, സക്കീർ മണ്ണാർമല. മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ സിദ്ദിഖ് വാഫി, KM ഫത്താഹ്, ഷരീഫ് വീട്ടി, സക്കീർ മണ്ണാർമല, ഹബീബ് മാസ്റ്റർ, റഷീദ് ചിലത്ത്, മുൻഷിർ, നഗരസഭാ കൗൺസിലർമാരായ പച്ചേരി ഫാറൂഖ്, പത്തത്ത് ജാഫർ, നേതാക്കളായ ഹബീബ് മണ്ണേങ്ങൽ, ഉണ്ണീൻകുട്ടി, മുഹമ്മദ് അലി, ആഷിഖ്, നസീൽ, നബീൽ വട്ടപ്പറമ്പ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സമാധാനപരമായി സമരം ചെയ്ത പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അവരെ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ കൂടെ ഇറക്കി വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല എങ്കിൽ പെരിന്തൽമണ്ണ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പോലീസ് സ്റ്റേഷൻ വരെ ഉപരോധിക്കാൻ യൂത്ത് ലീഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പൊ പറയാനുള്ളത്. ചാനൽ 10 പെരിന്തൽമണ്ണ.